പഴയ കാർന്നോമാര് പറയാറില്ലേ, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല. സത്യമാണ്, ഇതുണ്ട്. അതുകൊണ്ട് തന്നെ മത്തം കുത്തുമ്പോൾ കുമ്പളം മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ ഒന്ന് പൊക്കി കാണിച്ചേ. ഒന്ന് പൊക്കുന്നേ. ഞാൻ മേടിച്ചോണ്ടൊന്നും പോകുന്നില്ല, കാരണം ഒന്നും താഴ്ത്താൻ പറ്റില്ല. ഈ ഫോണ് ദയവായിട്ടൊന്ന് എയ്റോപ്ലെയിൻ മോഡിലിടുക. എമർജൻസി മെഡിക്കൽ ഫീൽഡ്, ഫയർ ഓഫീസേഴ്സ്, ഇവരല്ലാത്ത ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരല്ലാത്തവരെല്ലാവരും തന്നെ ആ ഫോണ് ഒന്ന് എയ്റോപ്ലെയിൻ മോഡിലിടുക പ്ലീസ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ടോർച്ച് ഒന്ന് ഓണാക്കി എനിക്ക് നേരെ ഒന്ന് ലൈറ്റ് ചെയ്യാം. എയ്റോപ്ലെയിൻ മോഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കോളുകൾ വരില്ല, ഫോൺ ശബ്ദിക്കില്ല. മനസ്സിലായല്ലോ അല്ലേ? താങ്ക് യു അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരങ്ങളെ. ഓക്കെ, പ്രിയപ്പെട്ട ബ്രിജിതാമ്മ, സ്നേഹം നിറഞ്ഞ അധ്യാപകര്, വിശ്വനാഥൻ സാറ്, മാതാപിതാക്കളെ ഓരോരുത്തരും, കുഞ്ഞു മുഴുവനെ, നമ്മുടെ ലോകം പല അണ്വായുധം കണ്ടുപിടിച്ചപ്പോഴും വലിയൊരു നേട്ടമായിരുന്നു. പക്ഷെ ഉപയോഗിക്കപ്പെട്ടത് വേറെ പല രീതിയിലുമാണ്. ആണവശക്തി അതുപോലെ തന്നെ അതിലും വലിയ ഒരു ദുരന്തം തന്നെയാണ് മൊബൈൽ ഫോണെന്ന് ഇപ്പം നമുക്ക് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇതിനായിട്ട് പിള്ളേർ പറയുന്നത് എന്തായിരിക്കും? യൂഷ്വലി പിള്ളേർ എന്താ പറയുക? മൊബൈൽ ഫോണിൻ്റെ അതായത് എന്നെ കുറിച്ച് കുറച്ച് വിശദീകരണങ്ങളും വിശേഷങ്ങളും ഒക്കെ സിസ്റ്റർ തന്നു. എനിക്ക് അതിലേക്ക് മുമ്പിൽ പറയാനുള്ളത് ഞാൻ ഒരു അമ്മയാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്നും ഏത് കൺസൾട്ടേഷൻ ടേബിളിലും എന്നിലെ കൺസൾട്ടന്റിനെ പ്രാക്ടീഷണറെക്കാളും ആദ്യം വരുന്നത് എന്നിലെ മാതൃത്വം തന്നെയാണ്. ഞാനതിനെ അഭിമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അച്ഛന്മാരുടെ വിലയൊന്നും കുറച്ച് കാണുന്നത് കൊണ്ടല്ല, കാരണം അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ മക്കൾക്ക് വേണ്ടി ഭൂമിയിൽ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് അടുത്ത കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് മറ്റൊരു കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുത്തുകൊണ്ട് അടുപ്പത്തിരിക്കുന്ന ഓംലെറ്റ് കഴിയാതെ നമ്മൾ നോക്കും. അതോടൊപ്പം തന്നെ ഡോർബെൽ അടിച്ചാൽ ഓടിച്ചെന്ന് ചിരിച്ചുകൊണ്ട് തുറന്നു ഇരുന്നോട്ടോ അടുപ്പത്തിരിക്കുന്നത് കരിയെന്ന് പറയും. അങ്ങനല്ലേ? ഇവിടെ മാതൃത്വത്തിന് നിറമങ്ങിയിരിക്കുന്നു. ശരിക്കും ചില വാർത്തകൾ നമ്മളെ എത്തിക്കുന്നു. ഉണ്ടായ കുഞ്ഞുങ്ങളുടെ കരുത്ത് തിരിച്ചു കൊടുക്കുമല്ലാനും സുഹൃത്തിനൊപ്പം ഓടിപ്പോവാനും സ്വന്തം മക്കളെ വിൽക്കാനും തരത്തില് മാതൃത്വം ആടിയൊഴിഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ കരി, ജീവന്റെ കരിയായ മുലപ്പാൽ മാതൃത്വത്തിന് പകരം വിഷമായി മാറുന്നു. നമ്മുടെ ഉള്ളിൽ നെഞ്ചിൽ നിന്ന് പകർന്നു കൊടുത്തിരുന്ന മുലപ്പാലിന് പകരം നമ്മൾ മാഗി നൂഡിൽസിലേക്ക്, അല്ലേ? പോലെ ശരിയല്ലേ? മാഗി നൂഡിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളായിട്ടാ കൊച്ചിന് തൊട്ടായിരുന്നു മാഗി നൂഡിൽസ് ഒന്നും അറിയത്തില്ല. ഇല്ല സാറേ, അറിയാമോ? ഇല്ല, നമ്മൾ കൊടുത്തു. ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്ത മൊബൈൽ ഫോണും, അല്ലേ? പണി തീർക്കണം, അതിനുവേണ്ടി പോകണം, കൊച്ചി പോകണമെന്ന് കണ്ടോട്ടെ. നമ്മൾ കൊടുത്തു, നമ്മൾ ആ കുഞ്ഞിനെ പൊടിയിച്ചു കൊടുത്തു. നമ്മുടെ കൗലിലും കണ്ണിലും ഓടി നടക്കേണ്ട ആ കുഞ്ഞി കൈകള് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു. കൊച്ചാ ലോകത്തേക്ക് അട്രാക്റ്റഡ് ആയി, അല്ലേ? അപ്പം ഇപ്പൊ കുട്ടിയോട് ഒരേ ഫോണോട് വെച്ചിട്ട് വന്ന് ഇങ്ങോട്ടൊക്കെ വന്നേന്ന് പറഞ്ഞാൽ കൊച്ചെന്നാ പറയും. ഒരു പരുവത്തിന് പറയും, അമ്മ പഠിക്കാനുണ്ട്, ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ധന്യ ടീച്ചർ വഴക്ക് പറയും, മാത്തമാറ്റിക്സിന്റെ ഹോംവർക്ക് ഇതിനകത്താണ്. ധന്യ ടീച്ചർ ഏതാ ഉണ്ടോ? കാരണം മാത്തമാറ്റിക്സ് ഒരു ഭീകരതയാണ് പിള്ളേർക്ക്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് പാടുപെട്ടിട്ടുണ്ട് കണക്കിന്റെ മുമ്പിൽ, അല്ലേ? ശരിയാ കൊച്ചു പറയുന്നത്. ഇന്നത്തെ കാലത്ത് സിലബസും കാര്യങ്ങളും ഒക്കെ അല്ലേ? അപ്പോ
ശരിക്കും സിസ്റ്ററെ സ്കൂളിൽ നിന്ന് ഹോംവർക്കോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊബൈലിൽ കൊടുക്കുന്നുണ്ടോ? ആകെ വരുന്നത് ഒരു അസൈൻമെന്റും പ്രോജക്റ്റും ആണല്ലേ? കൊടുക്കുന്നില്ല. അപ്പോ അസൈൻമെന്റും പ്രോജക്റ്റും ഉപയോഗിക്കാൻ ചെയ്യാൻ ലൈബ്രറിയെ ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മൾ മാതാപിതാക്കൾ തന്നെ തുടങ്ങണം. എങ്ങനെയായിരിക്കും പറ്റുക? ChatGPT ഉപയോഗിച്ചാൽ 3 സെക്കൻഡിനകം പ്രോജക്റ്റ് റെഡിയാണ്. ChatGPT ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ബ്രെയിനിലെ സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബുക്കുകൾ തരിക, ബുക്കുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ എളുപ്പം. അതിനോ പറഞ്ഞിട്ട് പോയാൽ മതി. കുറെ പണി വീട്ടിലുണ്ട്, അതിനിടയ്ക്ക് എന്റെ ജോലിയുണ്ട്, കുടുംബകാര്യം നോക്കണം, പ്രായമായ കാരണന്മാരുണ്ട്, ഇതൊക്കെയല്ലേ? ശരിയല്ലേ അമ്മമാരെ? പിന്നെ ഇതിനിടയ്ക്ക് വൈകിട്ട് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് വേറൊരു പ്രകടനം ഉണ്ടോ? അങ്ങനെ കേൾക്കല്ലേ? ഇല്ലത് അത് പയ്യെ പറയാം. ഓക്കെ, ഇതൊക്കെ ഇരുന്നോട്ടെ. ദേഷ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് ചെറുത് ദേഷ്യം എപ്പോഴാണ്? വരാറില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് കേൾക്കാതെ വരണം. ശരി, എത്ര പേർക്ക് ഇങ്ങനെ ദേഷ്യം വരാം? അമ്മമാർക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്? ക്ഷമ നശിപ്പിക്കുമ്പോ. ടീച്ചേഴ്സിനോ എപ്പോഴാണ് ദേഷ്യം വരുന്നത്? ആലോചിച്ചല്ലേ ദേഷ്യം വരുന്നത്? എന്റെ കോൺസെൻട്രേഷൻ പോകുമ്പോൾ ദേഷ്യം വരും. പിന്നെ സിസ്റ്ററെ എപ്പോഴാ? ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കേൾക്കാത്തപ്പോഴോ ക്ഷമ നശിക്കുമ്പോഴോ അല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. നിങ്ങൾ നിസ്സഹായരാണ്. ശരിയല്ലേ? നമ്മൾ വാശി പിടിക്കും. നമ്മളെ മക്കള് നമ്മളെ പറഞ്ഞേക്കെ അവര് കേൾക്കുന്നത് പോലെ പറയാത്തതുകൊണ്ട്, അവരെ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നമ്മൾ നിസ്സഹായരായിരിക്കും. ശരിയല്ലേ? ഭാര്യയോടൊരു കാര്യം പറഞ്ഞു, എപ്പോഴും വൈകിട്ട് കിടക്കാൻ നേരത്ത് അമ്മയുടെ കുറ്റവും പറഞ്ഞിട്ട് വരുന്നേ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അവൾ പിന്നെ ഇത് പറഞ്ഞു തോന്നി. അപ്പനെന്താണ് എന്നും ഭർത്താവിനോട് പോകാൻ നേരത്ത് പറയും, ഇന്ന് വൈകിട്ട് കണ്ണൂർച്ചിട്ട് വരാം. പക്ഷെ പുള്ളി വരുന്നത് എന്ന് ചോദിച്ചാൽ 2 സ്റ്റെപ്പിൽ ഉപയോഗിച്ച് 4 കാലം വരും. 4 വീൽ ഡ്രൈവാണ്. അങ്ങോട്ട് 2 വീലിൽ പോയി 2 വീലർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 4 വീൽ ഡ്രൈവിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. അവിടെയും നിങ്ങൾ ഹെൽപ്ലെസ് ആണ്. ഇവിടെ എല്ലാം ടോട്ടലി എന്താണ് പറയുന്നത്? എന്താണ് സമയം പറയുന്നത്? എന്താണ് പറയുന്നത്? സ്നേഹം അല്ലേ? ആബ്സെൻസ് ഓഫ് ലവ്. സ്നേഹം കുറയുമ്പോൾ മാത്രമാണ് നമ്മൾ നിസ്സഹായരായി പോകുന്നത്. സ്നേഹം മറ്റൊരാൾക്ക് മനസ്സിലാകാതെ വരുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴുമാണ് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്നത്. അവിടെ നമുക്ക് ജീവിച്ചിരിക്കാൻ വേറൊരു ലഹരി വേണം. മനുഷ്യകുലം മുഴുവൻ ജീവിച്ചിരിക്കുന്നത് സ്നേഹം എന്ന ലഹരിയിൽ തന്നെയാണ്. കുടുംബം ഉണ്ടാകുന്നത്, മക്കൾ ഉണ്ടാകുന്നത് ഒക്കെ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്. അത് കൊണ്ടുപോകുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ വരുമ്പോഴും സ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് അത് ചോദിക്കുന്നത്, അല്ലേ? അപ്പോ ഈ സ്നേഹം പുറത്തേക്ക് വരുന്നില്ല. ആ സ്നേഹം എന്ന ലഹരി പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയാതെ വരും വിധം നിങ്ങളുടെ മനസ്സും ശരീരവും തളരുമ്പോൾ ആണ് നമ്മൾ മറ്റൊരു ലഹരി തേടി പോകുന്നത്. പ്രിയപ്പെട്ട ഭാര്യമാരെ, അമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ മദ്യപിച്ച് നിങ്ങൾ പറയുന്നതിൽ അപ്പുറത്തേക്ക് പോവുകയാണ്. അനുസരിപ്പിക്കുന്ന കളരിയല്ല കേട്ടോ, ഇതൊരു പാർട്ണർഷിപ്പാണ്. അതിനകത്ത് 50-50 ഒന്നും വേണ്ടത്. അത് കുറച്ച് താഴെ പിടിച്ചോളൂ, വലിയ ഭാരമായി കൂടെ 50-50 കൂടെ എടുക്കാൻ പാടില്ല. പക്ഷെ ആ ഒരു പാർട്ണർഷിപ്പില് ഈ സ്നേഹം എന്ന ലഹരി അവിടെ എത്താതെ വരുന്നുണ്ടോ? സ്നേഹത്തിന് പോയ പരാതികളും പരിഭവങ്ങളുമാണോ നിങ്ങൾ കേൾക്കുന്നത്? അവിടെ ഒരു ലഹരി ലഭിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ
കുട്ടികളിലേക്ക് പോകാം. കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ എന്തുകൊണ്ടാണ് അവർ മൊബൈലിലേക്ക് ഇത്രമാത്രം പോകുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കള്ളു കുടിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ കള്ളു കുടിച്ച ഒരു സുഖം കിട്ടും. ശരീരത്തെ ഇങ്ങനെ പറപ്പിച്ച് നിൽക്കുന്ന ഒരു ഫീൽ, അല്ലേ? സത്യമല്ലേ? ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരും ആ ഒരു ലഹരിക്ക് വേണ്ടിയാണ്. അപ്പൊ അതായത് ചുറ്റും നിൽക്കുന്ന എല്ലാത്തിൽ നിന്നും ഡിസ്കണക്ട് ആയി അതിർക്കും മേലെ ഞാൻ സന്തോഷവാനായിരിക്കുന്ന ഒരു മൊമെന്റ്, അതാണ് ലഹരി. ഈ ചുറ്റും നിൽക്കുന്ന ബാധ്യതകള്, വിഷമങ്ങള് എല്ലാത്തിൽ നിന്നും താൽക്കാലികമായി ഒളിച്ചോടുന്ന ഡോപ്പമിൻ എന്ന രാസസൂത്രം നമ്മളുടെ വയറിനുള്ളിൽ നിന്ന് ബ്രെയിനിലേക്ക് ഒരു യാത്ര പോകും. ഡോപ്പമിൻ റഷ്, അതായത് ടെമ്പററി ആയ ഒരു സന്തോഷം. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആകുന്നത്. ഈ ഡോപ്പമിൻ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കുക്ക് ചെയ്ത് അകത്തോട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മളുടെ വയറ്റിനുള്ളിലെ നമ്മളുടെ ഗട്ടിലെ, അതായത് കുടലിലെയും ആമാശയത്തിലെയും ഒക്കെ ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമിൻ. ഇത് കുട്ടികൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അവർ കൂടുതലായി അതിലേക്ക് പോകുന്നത്. കാരണം ഓരോ മൊബൈൽ ഗെയിമിലും മാറി മാറി വരുന്ന അവസ്ഥാന്തരങ്ങളിലും ലോകത്തിന്റെ പല ഭാഗവും കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങള്, മൊബൈലിലൂടെ കണ്ടെത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങള് അവരെ അത്ഭുതങ്ങളുടെ ഒരു തലമുറയിലേക്കാണ്. ചിലപ്പം ഇക്കിളിപ്പെടുത്തുന്ന പടങ്ങള്, മൂവികള്, അതേപോലെ തന്നെ ഗെയിമുകള്, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഗെയിമുകള്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനുള്ളിൽ ഉണ്ടാകുന്നത്. ഈ അത്ഭുതത്തിന്റെ തലമുറയാണ്. അത് ശരീരത്തിൽ കണക്ട് ആവുന്ന മൊമെന്റാണ്. ശരീരവുമായുള്ള ആ കണക്ഷനാണ് ഈ മൊബൈൽ ഫോണിലൂടെ സാധിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ അമ്മമാരെ കഞ്ഞി വിളമ്പുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? ഇപ്പോഴത്തെ പോലാണോ? പണ്ടത്തെ അമ്മമാര് കഞ്ഞി വിളമ്പുന്നത് അവരാ തവിയൊന്ന് നന്നായിട്ട് കലക്കും, അല്ലേ? എന്നിട്ട് ചോറും കഞ്ഞി വെള്ളവും കൂടെ ഒന്നും പാകത്തിനായി. ഇന്ന് നമ്മൾ മക്കൾക്ക് കഞ്ഞി വിളക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? ചോറ് കൂടുതലും വെള്ളം കുറച്ച് കൊച്ചു കഴിച്ചോട്ടെ. ഇപ്പൊ കഞ്ഞിയില്ല, സത്യമാണ്. വല്ലപ്പോഴും പാടി വരണം കഞ്ഞി വരണമെങ്കിൽ, അല്ലേ? അപ്പൊ അതായത് ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് വേണ്ടതിലധികം ഭക്ഷണം പ്രദാനം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും തെറ്റുകാരാണ്. ശരീരത്തിനൊരു പരിധിയുണ്ട്. അപ്പോ ഇതും നമ്മളുടെ ഡോപ്പമിനെ തകർക്കുന്ന ഒന്നാണ്. ആവശ്യത്തിലധികം ഭക്ഷണം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, അരവയറായിരിക്കണം ഭക്ഷണം എന്ന് വെച്ചിട്ട് നാളെ തൊട്ടതേ ആലിയ ഒന്നും പറഞ്ഞുണ്ടോ നീ ഇത്ര കഴിച്ചാൽ മതിയെന്നാ. പഴയ കാലത്തെ പിള്ളേർ പോലെയുള്ള ഇപ്പോഴത്തെ പിള്ളേരെ കോട്ടയത്ത് വന്ന് ഞാൻ ഇടിമേടിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ഒപ്പിച്ചേക്കരുത്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവരെ കഴിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കണം. കഴിക്കാൻ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. അതായത് എല്ലാ ദിവസവും KFC ഓർഡർ ചെയ്ത് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് മാത്രമായിരിക്കണം മക്കൾ കഴിക്കുന്നത്. ഓരോരുത്തർക്കും 2 കുഞ്ഞുങ്ങളുണ്ട്, 3 ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനത്തെ അമ്മമാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. പാടില്ല. കുഞ്ഞിന് അലർജിയുണ്ട്. ഒരു പീനട്ട് കഴിച്ചാൽ അലർജിയുള്ള കൊച്ചിന് കൊടുക്കാൻ പാടില്ല. അത് അവരുടെ ജീവനെടുക്കും. അതിനുപരമായി അവരുടെ പിടിവാശിക്ക് മുമ്പിൽ നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ നിസ്സഹായരാകുക. 2 തല്ല് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് കഴിക്കാൻ കൊടുക്കുകയുമല്ല വേണ്ടത്. ഇതാണിത് കഴിക്കാനുള്ളത്. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അവരുടെ ശരീരത്തിലെ ഹോർമോണുകളും ഹോമിയോസ്റ്റാസിസ് എന്ന പ്രോസസ്സും നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ ഒരു നേരം കൂടുതൽ ഭക്ഷണം കഴിക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം. അതായത് ഭക്ഷണം കഴിക്കാൻ കഴിച്ചാൽ അവിടെ എഴുന്നേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ റെഡിയല്ല. ഭക്ഷണം കഴിച്ചയിൽ മൊബൈലുമായി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ പേടിക്കണം. കാരണം അവൻ നിങ്ങളുടെ വിളി കേൾക്കുന്നില്ല. നിങ്ങളുമായി ബന്ധമില്ലാത്തൊരു ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്മയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ സീരിയൽ അഡിക്റ്റ് ആയ ഒരു അമ്മയുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് സീരിയൽ കാണാനുള്ള സൗകര്യത്തിന് കൊച്ചിന് ഫോൺ വെച്ച് കൊടുത്തത്.
എനിക്കറിയാം. സമ്മതിക്കുന്നുണ്ടോ? ജനനം കൊണ്ട് നിങ്ങൾ സമ്പന്നരാണോ? ബില്യണേഴ്സാണ് നിങ്ങൾ, കോടീശ്വരന്മാര് തന്നെ. 0 വയസ്സുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? 0 വയസ്സുള്ളത് ഇല്ല. എല്ലാരും പറയും ജനിച്ചപ്പോൾ ഞാനൊന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. അത് നമ്മുടെ ഉള്ളിലെ നന്ദിയില്ലാത്ത മൃഗമാണെന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടപ്പം ഇവിടെ ജീവിക്കാനുള്ള സമയമാണ് നമ്മളുടെ തലയിൽ തന്നിരിക്കുന്നത്. ഈ എടുക്കുന്ന ഓരോ ആയുസ്സും ഇതാണ് നമ്മുടെ സമ്പത്ത്. ഓരോ ശ്വാസവും നമ്മുടെ സമ്പത്താണ്. ഈ നമ്മുടെ മക്കൾക്കൊപ്പം ഇരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള, ഭാര്യയെ ഒന്ന് തലോടാനുള്ള, ഭർത്താവിനെ ഒന്ന് അഭിനന്ദിക്കാനുള്ള ഈ ഒരു സമയമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ എത്ര കോടി രൂപ കൂട്ടി വെച്ചാലും ഇതിന് പകരമായി നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല. അപ്പോ ഞാൻ ജനിച്ചത് സമ്പന്നയായിട്ട് തന്നെയാണ്. ഈ പ്രായം വരെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റും. വലിയ സമ്പത്താണ്. സമയം എന്ന സമ്പത്ത് നമ്മൾ ലഭിച്ചു. എന്നിട്ട് സർവശക്തനായ ദൈവം ചോദിക്കും, നീ അവിടെ എന്ത് ചെയ്തു എന്ന്. മൊബൈലിൽ കുത്തി ഭാര്യയോട് വഴക്കുപിടിച്ചു, ഭർത്താവിനോട് വഴക്കുപിടിച്ചു, അയൽവക്കക്കാരോട് ഏഷ്യ പറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാൻ അങ്ങനെ കഴിയാതെ വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനൊരു ആശ്രമത്തിന്റെ സൈഡിൽ ചെന്നപ്പോൾ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഒരു ചീമയ ആശ്രമമാണ്. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാൻ കഴിയാതെ നിന്റെ ജീവിതം അസ്തമിക്കാതിരിക്കട്ടെ. അപ്പം ഈ ഒരു നന്മ ആദ്യം ആരോട് ചെയ്യും? സാറേ ഈ നന്മ പറയാം സാറേ? എന്തോ വീട്ടിലുള്ളവരോടെ? ഓക്കെ, ഗ്രേറ്റ്. ഒരു കയ്യടി കൊടുത്തേ. ഈ ചോദ്യം എന്നോടൊന്ന് ചോദിക്കുന്നേ, ഞാൻ എന്നോട് തന്നെ ചെയ്യും. ഞാൻ ചെയ്യുന്നതിലെ ആദ്യത്തെ നന്മ ഞാൻ എന്നോട് ചെയ്യും. എന്നാലേ എനിക്ക് നിങ്ങളോട് തിരിച്ച് നന്മ ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് സ്നേഹം കൊടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ ആത്മാവിൽ സ്നേഹം നിറയ്ക്കണമെങ്കിൽ എനിക്കിത് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ ഇപ്പം എന്താ ചെയ്യുന്നത് അല്ലേ? എല്ലാ ദിവസവും അല്ലേ അമ്മ? എല്ലാം നമ്മൾ സെറ്റാക്കിയല്ലേ? ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് നമ്മുടെ വീടും നിറച്ച്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിലാണ് ഈ സ്നേഹം ഇരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുന്നു. അവിടെയും ഈ പറഞ്ഞ കുട്ടിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ ഡോപ്പമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്, സെൽഫ് ലവ് കെമിക്കൽ. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ് സെൽഫ് ലവ് കെമിക്കൽ. ഇതായിട്ടുള്ള ബിസ്ക്കറ്റുകളുടെ ഉപയോഗം, നൂഡിൽസ്, കൃത്രിമ കളർ ഭക്ഷണത്തിൽ, പിന്നെ പലതരത്തിലുള്ള സസ്യ എണ്ണകൾ, ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ നമ്മുടെ പെർഫ്യൂമുകൾ, ചില തരത്തിലുള്ള സൗന്ദര്യ വസ്തുക്കൾ, ഇവയൊക്കെയാണ് ഇതിൻ്റെ അളവ് കുറച്ച് കളയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലും പ്രിസർവേറ്റീവാണ്. വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ കൊച്ചുങ്ങൾക്ക് വേണ്ട, പക്ഷെ കടയിലെ അച്ചാർ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടല്ലേ? അതിനകത്തൊരു പ്രിസർവേറ്റീവ് ഉണ്ട്, അതിനകത്തൊരു ടേസ്റ്റ് ബഡ് ആഡ് ചെയ്തേക്കുന്ന, ടേസ്റ്റ് ബഡ്സിന് സുഖം കിട്ടുന്ന ഒരു കെമിക്കൽ കൂടിയുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ രഹസ്യം. പക്ഷേ അത് അവൻ്റെ ശരീരത്തിലെ ഡോപ്പമിൻ ലെവലിലെ, അതായത് കുടലിലെ ബാക്ടീരിയകളുടെ, വൈറസുകളുടെയും ഒക്കെ കപ്പാസിറ്റിയെ നഷ്ടപ്പെടുത്തി കളയും. നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ നിങ്ങളതായി തീരുന്നുള്ളൂ. അതായത് നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നത് വയറിനുള്ളിലെ ബാക്ടീരിയകളാണ്. അത് തുടങ്ങുന്നത് ഭക്ഷണത്തിലാണ്. അപ്പോൾ ജനിക്കുന്ന ഒരു കുഞ്ഞിന് ആദ്യം അറിയാവുന്നത് എന്താ? സിമ്പിൾ. ഭയങ്കര ഡിമാൻഡിങ്ങാണ്. അമ്മയ്ക്ക് വയ്യ, അവനറിയില്ല ഈ അമ്മ മരിച്ചുപോയി, അറിയാമോ കുഞ്ഞിന്? ഇല്ല. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാണ് അവൻ്റെ മനസ്സ് രൂപപ്പെടുന്നത്, അവൻ്റെ ഈഗോയും ഇമോഷൻസും ഒക്കെ രൂപപ്പെടുന്നത്. അതെല്ലാം രൂപപ്പെടുത്തുന്നത് ഭക്ഷണം തന്നെയാണ്. ആ ഭക്ഷണം വയറിനുള്ളിലാണ് ദഹിക്കപ്പെടുന്നത്. ആ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് ഇത്തരം ട്രില്യൺസ് ഓഫ് ബാക്ടീരിയകളാണ്.
എണ്ണി തീർക്കാൻ കഴിയാത്തത്ര ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും ഒക്കെ തന്നെയാണ്. ഇവ വായു മുതൽ മലദ്വാരം വരെ പല റേഷ്യോയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ കുട്ടികളെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കുകയും ജീവിക്കാൻ സുഖമില്ലാതാക്കുകയും ചെയ്യുന്നു. എന്നാടാ മോനെ ഇങ്ങനെ ഇരിക്കുന്നത്? ഓ, ബോറടിക്കുന്നു. വീട്ടിൽ കേൾക്കുന്ന സാധനമല്ലേ? ഇല്ലേ? പിള്ളേർ പറയത്തില്ലേ ബോറടിക്കുന്നു? പഠിച്ചു കഴിഞ്ഞോ? ഓ അമ്മ ബോറടിച്ചു തീർന്നു. ആ ടീച്ചറിന്റെ ക്ലാസ് ഭയങ്കര ബോറാണ്. ഓക്കെ, അതേ ക്ലാസ്സിൽ തന്നെ 60% പിള്ളേരും 35% മാർക്ക് മേടിച്ചവരായിരിക്കും. നമ്മുടെ കൊച്ചു 2 മാർക്ക് മേടിച്ചിട്ട് വന്നിട്ട് അവൻ പറയും ടീച്ചറിന് പറ്റില്ല. ഓക്കെ, അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരികയാണ്, പഠിക്കാനിരിക്കുമ്പോൾ തലവേദന വരുന്ന കുട്ടികൾ ഇല്ലേ? ഭയങ്കര തലവേദനയാണ്. ഇതിനപ്പുറത്ത് വേറെ ഒന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു കേട്ടോ, പഠിക്കാൻ ഒരു ഹോംവർക്ക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊതുക. എവിടെ അമ്മ ഭയങ്കര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുട്ടികളും ഉണ്ടല്ലേ? ഓക്കെ, പഠിക്കാനിരിക്കുമ്പം വേറെ ശബ്ദങ്ങൾ പുറത്തു നിന്ന് കേൾക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരുന്ന് പഠിക്കാൻ. ഞാൻ ചെവിയിൽ പാട്ട് വെച്ചോട്ടെ ഇങ്ങനെ ചോദിക്കുന്ന പിള്ളേരുണ്ടോ? ഓക്കെ, ഇവരൊക്കെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ശ്രദ്ധയുടെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും കാണാം ഒരു 5 മിനിറ്റ് അവിടെ തടക്കിയിരുന്നാൽ കാരണവന്മാരും ടീച്ചേഴ്സും ബുദ്ധിമുട്ടുന്നില്ലേ? ടീച്ചേഴ്സ് അല്ലേ? അടങ്ങിയിരുത്താൻ ബുദ്ധിമുട്ടുന്ന പിള്ളേരല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അവനെ പിടിച്ചിരുത്താൻ പോകും. നടപടിയാവൂല. നിങ്ങൾ ആ പണിക്ക് പോവാതിരിക്കുന്ന പറ്റുക. നിങ്ങൾ അവരുടെ ഒപ്പം നടന്ന് പഠിപ്പിച്ചു കൊടുത്തോ പഠിച്ചു. അപ്പോൾ അവിടെ ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവനെ സെറ്റാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം, ഒരു കാര്യം പോലും അവന് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ഒരു ടാസ്ക് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ കുട്ടി അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. പക്ഷെ ഇതേ കുഞ്ഞിന്റെ കയ്യിലോട്ട് നിങ്ങൾ മൊബൈൽ കൊടുത്തോളൂ, അവൻ ഒരു ദിവസം വേണമെങ്കിലും ഇരിപ്പിൽ ഇരുന്ന് അത് കാണും. അപ്പൊ അതെന്താ? അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ സാധനം ഡോപ്പമിൻ. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ തന്നെയാണ്. അത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് വയറിലെ കുടലിനുള്ളിലൊക്കെയുള്ള ബാക്ടീരിയകൾ തന്നെയാണ്. ഓക്കെ, അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഭക്ഷണവും അത്യാവശ്യം ശരീര വ്യായാമവും അതേപോലെ തന്നെ സ്നേഹമസൃണമായ ഒരു കുടുംബാന്തരീക്ഷവും വേണം. സ്നേഹം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് കൊച്ചെന്ന് പറഞ്ഞാലും അതനുസരിക്കുന്ന ഒന്നല്ല സ്നേഹം. അമ്മ എനിക്ക് ആപ്പിളിന് മൊബൈൽ വേണം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ ഭാഗത്തല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കും. ഒരു പേരന്റ് ഒരു 6-7 വർഷം മുമ്പ് എന്നോട് വന്ന് പറഞ്ഞതാ, കൊച്ചിന്റെ കയ്യിൽ ഐഫോണും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചെറിയ ഇതെന്താ ഇങ്ങനെ എന്ന്. അത് ടീച്ചർ എന്നെ കൊണ്ട് പഠിച്ചു. അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, നിങ്ങളുടെ പോക്കറ്റിന് അഫോർഡബിൾ ആണ്. കൊച്ചിന്റെ ബ്രെയിനിനും മനസ്സിനും അത് അഫോർഡബിൾ അല്ല. അപ്പോൾ മൊബൈലിന് അഡിക്റ്റായി നിങ്ങളുടെ കുഞ്ഞുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അവന്റെ കോൺസെൻട്രേഷൻ പാടുന്നുണ്ടോ, അവന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടോ, വളരെയധികം ദേഷ്യം വരുന്നുണ്ടോ, നമ്മളോടുള്ള ബിഹേവിയറിൽ മാറ്റം വരുന്നുണ്ടോ. നിങ്ങളെല്ലാവരും വായിച്ച ഒരു വാർത്തയായിരിക്കും. അതായത് ഒരു കുട്ടി സിംഗിൾ പേരന്റിംഗ് ആണ്, അച്ഛനില്ല, അമ്മയും ഈ കുട്ടിയും മാത്രമേ ഉള്ളൂ. അമ്മ ജോലിക്ക് പോകുമ്പോൾ ഇവരെ ഫ്ലാറ്റിൽ തന്നെ ഇരുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെപ്പോഴും മൊബൈലിലാണ്. അപ്പം അമ്മ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഇതെല്ലാം വെച്ചു. എന്നിട്ട് അവരെ വിളിച്ചിട്ട് വന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ അവരെ ചെയ്ത് വിളിച്ചിട്ട് ആ ഫോണിങ്ങനെ മേടിച്ചോണ്ട് ഫോൺ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കഴിക്കുകയാണെങ്കിൽ ഞാൻ തരാം. അവൻ പറഞ്ഞില്ല, ഫോൺ വേണം. ഫോണിന് അവൻ വിളിച്ചു. അമ്മ തിരിഞ്ഞിരുന്ന് തേങ്ങ ചിരണ്ടി ഫോൺ അമ്മ ഇതിൽ വെച്ചിരിക്കുകയാണ്. എടുക്കാൻ പറ്റില്ല. അവനാകെ ദേഷ്യം വന്നു. അവൻ അപ്പുറത്തിരുന്ന ക്ലാസ്സിലെടുത്ത് അവനെ തലയ്ക്ക് പിടിച്ചു. അമ്മ ബോധം കെട്ട് താഴേക്ക് വീണു. അവൻ ഹൗസ് ബോട്ടിനുള്ളിലെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയി അടുത്ത മുറിയിൽ പോയി നോക്കാൻ. 7-8 അവന്റെ ഡോപ്പമിൻ റഷ് കഴിഞ്ഞു. അവൻ തിരിച്ചു വന്ന് കിടന്നു നോക്കിയപ്പം അടുക്കളയിൽ രക്തത്തിൽ മുങ്ങി കുടിച്ച് മരിച്ച നിലയിൽ അവനുണ്ട്. അവനെ
അവൻ തന്നെ അയൽവക്കക്കാരെ വിളിച്ചു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. കാര്യം അവൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. വളരെ നിസ്സഹായനായ അവനെ ഞാൻ കണ്ടു. ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതുവരെ അവിടെ എത്തിച്ചത് ആരാണ്? സിംഗിൾ പാരന്റിങ്, അതിൻ്റെ ഓവർലോഡ്, ജോലിക്ക് പോയാൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന, ജോലിക്ക് പോയാൽ സ്കൂളിലെ ഫീസ്, റെന്റ്, ബാക്കി ഭക്ഷണം, ഇതെല്ലാം ഉണ്ടാക്കുന്ന അമ്മയുടെ പ്രാരാബ്ദം. അവിടെ ശരിക്കും അവനെ എത്തിച്ചത് ആരാണ്? ബ്രോക്കൺ ഫാമിലി അല്ലേ? ആഹാരം അമ്മ പാകം ചെയ്ത് മക്കൾക്ക് വേണ്ടി സ്നേഹത്തോടെ വിളമ്പണമെങ്കിൽ അന്നം വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരച്ഛൻ, അതിപ്പം അകലക്കാഴ്ചയോ ചുവർ ചിത്രം എന്ന രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് വിചാരിച്ച അമ്മമാരാരും ജോലിക്ക് പോകുന്നതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഫാമിലി ആയിരിക്കണം. ദൈവം, കുടുംബം, അത് കഴിഞ്ഞ് നമ്മുടെ ജോലി. ഇതിനപ്പുറത്തേക്ക് വരാൻ ഒരു നിഴലിനെ പോലും അനുവദിച്ചുകൂടാ. ഇത് ഞാൻ അമ്മമാരോടാണ് പറയുന്നത്. വരില്ല. നിങ്ങളാണ് അവരുടെ വൈദ്യം, നിങ്ങളാണ് അവരെ ലോകം കാണിച്ചു കൊടുക്കുന്നത്. എന്ത് കണ്ണിലൂടെ ലോകം കാണുന്നു എന്നുള്ളത് അച്ഛന്മാരെക്കാൾ കൂടുതൽ അമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. അച്ഛൻ കുട്ടിയോട് ഇത്ര സംസാരിക്കാനുണ്ടോ? ഇല്ല അല്ലേ? ചില സാഹചര്യങ്ങളിൽ അച്ഛന്മാരും അങ്ങനെ ചെയ്യാറുണ്ട്. അമ്മമാരെക്കാൾ വളരെയധികം നന്നായിട്ട് നോക്കുന്ന അച്ഛന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഓക്കെ, അവർക്കൊക്കെ മുമ്പിൽ ശീർഷ പഠിക്കാനേ പറ്റുള്ളൂ. അമ്മ ഇട്ടിട്ട് പോകുന്ന മക്കളെ നോക്കുന്നവര് ഇതെല്ലാം. പക്ഷെ കുടുംബത്തിന്റെ ഭദ്രത എന്നത് അതും മറ്റൊരു ഡോപ്പമിൻ റഷാണ്. സ്നേഹം എന്ന രാസവസ്തു അത് നിർലോഭം കൊണ്ടുവരണം. അവിടെ നിങ്ങൾ ജോലി ചെയ്ത് കുട്ടിക്ക് ഏറ്റവും നല്ല സ്കൂളും ഏറ്റവും നല്ല ട്യൂഷനും കൊടുക്കും ഇല്ലേ? ട്യൂഷനുള്ള മാതാപിതാക്കൾ ഒന്ന് കൈ നോക്കാവോ? ചെറുതായിട്ട് നോക്കിയാൽ മതി. സിസ്റ്റർ വളർത്തുന്നില്ലേ? അപ്പോ എങ്ങനെയായിരിക്കും? ചിലര് പൊക്കാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പിന്നെ വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ കള്ളം പറയുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. കാരണം അത് അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. പിന്നെ എന്നെ പറ്റിക്കാൻ പറ്റുമല്ലോ. അത് ഞാനിവിടെ ആസ്വദിക്കുകയും ചെയ്യും. ഇതിനകത്ത് പലപ്പോഴും നിങ്ങൾ നോക്കുക, കുട്ടിക്ക് മാർക്ക് കുറവാണ്. അവിടെ നിങ്ങൾ നോക്കുന്നത് ഒന്നുകൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണം. അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന അത്രയ്ക്കൊന്നും പോരേക്കും. ഒന്നുകൂടെ അവിടെ നിങ്ങൾ വീണ്ടും നോക്കണം. കുട്ടിയുടെ ശ്രദ്ധ കുറവാണ്, കുട്ടിയുടെ മെമ്മറി കുറവാണ്. പരീക്ഷയ്ക്ക് കൊച്ചു എഴുതുമ്പം പേപ്പറിൽ വരാത്തതാണ്. വായിക്കാൻ നന്നായിട്ടറിയാം, പക്ഷെ അവൻ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറയുന്നത്ര സമയം ഇരുന്ന് പഠിക്കും, പക്ഷെ അവന് പേപ്പറിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇത്തരം നിസ്സഹായതകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കിടന്നാലും അവനും വേണം അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ? മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടേ? അപ്പൊ അതാണ് അവൻ ഈ ഫോണിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ശ്രദ്ധ കുറവുണ്ടാകുന്ന കുട്ടികൾക്ക് അപ്രീസിയേഷൻ കൊടുത്ത്, സാറേ നല്ല ഷർട്ടാണ്, നല്ല ഭംഗിയുണ്ട് സാർ നിങ്ങൾക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ചെറുത് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ട്. സാറിന് ക്രിയേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം കുട്ടികളിൽ ഇത് വളരെ കൂടുതലാണ്, സ്ത്രീകളിലും അത് വളരെ കൂടുതലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഈ ഒരു ലെവലിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരെ സുഹൃത്തുക്കളായി കാണുക എന്ന് അവരുടെ മുമ്പിൽ രണ്ട് മുഖത്തിൽ നിൽക്കുക. അതായത് അവരുടെ സുഹൃത്തായി നിൽക്കുക, അതോടൊപ്പം തന്നെ അവിടെ ഒരു ഇൻട്രോസെപ്ഷനിലേക്ക് പോവുക. അവൻ കള്ളം പറഞ്ഞാൽ വീണ്ടും അവൻ ഒരു അനുവാദം കൂടി കൊടുക്കുക. അവൻ വീണ്ടും കള്ളം പറയുകയാണെങ്കിൽ വീണ്ടും അവൻ അതിനെ സൗജന്യീകരിക്കുക. അടുത്ത കള്ളമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിൽ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഉണ്ട്. അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അവൻ്റെ ആ കഥയാണ്. അപ്പൊ നമ്മൾ പറയണം, ഇത് പോയി എഴുതിക്കൊണ്ടുവരും. അപ്പൊ അവനുള്ള സത്യം ഇങ്ങനെ ഓരോ കുഞ്ഞ് ചെയ്യുന്ന ഓരോ ബിഹേവിയറൽ ചാലഞ്ചസിലും ബിഹേവിയറൽ ഡിസോർഡറുകളിലും അവനുള്ളിലുള്ള സ്കില്ലുമായി കണക്റ്റഡ് ആണ്. അതിന് നിങ്ങൾ അവരെ തല്ലുകയോ പണിഷ് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യമില്ല. കോൺസെൻട്രേഷൻ കുറഞ്ഞ്
പഠിച്ചിട്ട് മറന്നു പോകുന്ന കുട്ടിക്ക് നമ്മൾ വീണ്ടും തല്ലു കൊടുക്കുകയും ഓവർ ടൈം ട്യൂഷൻ കൊടുക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ബ്രെയിനിൽ വീഴാവോ? ട്യൂഷനും വിട്ടിട്ട് മാർക്ക് കുറയുന്ന പേരൻസ് എത്ര പേരാണ്? ഞാൻ എൻ്റെ ഒരു വർക്ക് ചാർട്ട് കൊടുത്തു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ലേഖനത്തിന്റെ സാധനം തന്നെ വെക്കണം, പിന്നെ ഇന്ന ലെവലുകൾ തമ്മിൽ റൂമുകൾ തമ്മിൽ എനിക്ക് സെപ്പറേറ്റ് ഓപ്പ് ചെയ്യാൻ പറ്റണം, ഇങ്ങനെയൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു മാസ്റ്റർ സ്വിച്ച് എനിക്ക് ഇവിടെ ഓരോ നേരവും ഞാൻ ചെന്നിട്ട് സാറിനോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സാറിന്റെ ഫീലിംഗ് എന്തായിരിക്കും? ചെയ്യാൻ പറ്റില്ല, എന്റെ പണി എനിക്കറിയാം. അപ്പൊ ട്യൂഷന് ഇങ്ങനെ ഒരു പാർട്ട് കൊച്ചിന്റെ ബ്രെയിനിലേക്ക് നമ്മളോടുള്ള സ്നേഹത്തിന് അവൻ എന്തായാലും പോകും, ട്യൂഷന് പോകും. കാരണം ട്യൂഷന് പോയിട്ട് അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികൾക്കാണ് ഈ അഡീഷണൽ ട്യൂഷൻ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ നോക്കണം. അത് എന്ത് തരത്തിലുള്ള ട്യൂഷനാണ്. അപ്പം ഒരിക്കലും ഇവിടുന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചു വരുന്ന ഒരു സ്ഥാപനത്തിനെ വീണ്ടും പഠിപ്പിക്കാൻ ട്യൂഷന് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ പഠിച്ച ഇതിലേക്ക് അവന് തിരിഞ്ഞൊന്നും നോക്കാനാണ് സമയമില്ലാത്തത്. അപ്പം അവന് വേണ്ടത് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കലാണോ, അവനെ കൊണ്ട് തിരിച്ച് നിങ്ങളെ പഠിപ്പിക്കലാണോ? അവനോട് ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഇത് അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ നീ വായിച്ചിട്ട് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ കുഞ്ഞുമായിട്ടുള്ള ബന്ധം ക്രിയാത്മകമാവും. അതോടൊപ്പം തന്നെ ട്യൂഷൻ പോകുന്ന ആ ഒരു ബർഡൻ കൊച്ചിന് കുറയും, കൊച്ചിന് ഇത് തിരിച്ചു പോവുകയും ചെയ്യാൻ പറ്റും. എന്നിട്ട് നടക്കുന്നില്ല, അവന് 2-3 പോയിന്റ് അടയാളപ്പെടുത്തി പല കളറുള്ള സ്റ്റിക്കി നോട്ടുകൾ വെച്ച് കൊടുത്തു നോക്കുകയും എന്നിട്ടും പറ്റുന്നില്ല, കോൺസെപ്റ്റ് അവന് മനസ്സിലാവുന്നില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, കുട്ടിയുടെ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമ്മൾ പർട്ടിക്കുലറായിട്ട് ഇതിന് ഹെൽപ്പ് കൊടുക്കുന്ന ആളുകളെ കണ്ടിട്ട് അത് റിവൈസ് ചെയ്യും. പിന്നെ കുറേയേറെ കുട്ടികളിൽ ഇപ്പം ഉള്ള ഏറ്റവും വലിയ ഒന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി. എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഏറ്റവും നല്ല പച്ചക്കറികളെ പോയി ഏറ്റവും നല്ല സാധനം വാങ്ങി കൊടുക്കും. ഇവിടെയും ഇവന്റെ ആരോഗ്യത്തിന്, അവന്റെ ശരീരത്തില് ജീവിച്ചിരിക്കാൻ അല്ലെ അവന് പഠിക്കാനുള്ള ലഹരിയിലേക്ക് അവനെ കൊണ്ടുവരുന്നതായ വൈറ്റമിനുകൾ അവൻ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടോ, അത് ഈ പച്ചക്കറിയിലുണ്ടോ പഴങ്ങളിലുണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഇപ്പം ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര പേരാണ് സിസ്റ്ററെ? ഏകദേശം എത്ര പേരാണ്? ഓക്കെ, ഒരു 150 പേരെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും ആളുകളിൽ ഞാനിപ്പം ബ്ലഡ് പരിശോധിച്ച് വൈറ്റമിൻ ഡി നോക്കിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഇത് വെച്ചിട്ട് നോക്കിയാൽ പോലും ഒരു 80% ആളുകളും വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരിക്കും. വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയാൽ എന്ത് സംഭവിക്കും? വൈറ്റമിൻ ഡി നമ്മുടെ ജീവിതത്തിലെ സൺഷൈൻ വൈറ്റമിൻ ആണ്. ഒരു ചെലവും ഇല്ലാതെ നമ്മുടെ സൂര്യഭഗവാൻ നമ്മളിലേക്ക് തരുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, അൾട്രാ വയലറ്റ് ബി രശ്മികളുടെ സഹായത്തോടെ കൊഴുപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വൈറ്റമിനാണ്. അത് നമ്മുടെ ചെറുകുടലിനുള്ളിലാണ് നടക്കുന്നത്. ഈ ചെറുകുടലിൽ ഇത് നടക്കണമെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല മൈക്രോബയോൾസ്, അതായത് ബാക്ടീരിയകൾ വേണം. നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും നമ്മളുടെ ഉള്ളിലുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതേപോലെ തന്നെ 10 മണി മുതൽ 3 മണി വരെയാണ് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള അൾട്രാ വയലറ്റ് ബി രശ്മികൾ സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നു. സഹകരണവും വിലയേറിയതായിരുന്നു. വിലയേറിയതേക്കാൾ ഉപരിയായിട്ട് വന്ന് സാന്നിധ്യം കൊടുക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു, സ്നേഹിക്കുന്നു. വാത്സല്യം കൊടുക്കുന്നത് പോലെ നമ്മളും തിരിച്ചു കൊടുക്കുന്നു. അവരെ കാണാതിരിക്കേണ്ട കാരണം അച്ഛൻ, അമ്മ, കുടുംബങ്ങൾ, സഹോദരൻ എല്ലാം നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളോട് പറയുന്ന നമ്മളെ വീട്ടിൽ ജീവിക്കുക എല്ലാ കുറവുകളെയും പരിഹരിക്കപ്പെട്ട ശുഭാപ്തി വിശ്വാസങ്ങളുടെ വീട്ടിൽ ദൈവമായ ഈ പ്രപഞ്ചത്തോടുള്ള ആത്മീയമായ ആവശ്യം നമ്മളവിടെ മനസ്സിലാക്കുക. ശ്വാസത്തെ ശ്രദ്ധിക്കുക.
വളരെയധികം ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കും. ചിന്തകളെ വരാൻ പോകാനും അനുവദിക്കുക. ചിന്തകൾ കൂടുമ്പോൾ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രമിക്കുക. ഈ ശരീരം കൂടെ നടക്കുന്ന ഏറ്റവും വലിയ നിധിയാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി എന്നെ ഏൽപ്പിച്ച് തന്ന നിധിയാണ്. ഇതിനെ ഞാൻ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിജയം. എന്നിൽ നിന്നാണ് എൻ്റെ മക്കളുടെ സഹനം. എൻ്റെ സമാധാനമാണ് എൻ്റെ മുന്നിലേക്ക് കുടുംബത്തിലേക്ക് ഒന്നുകൂടി നോക്കുക. നമ്മൾക്ക് വരുന്ന സങ്കടങ്ങൾ, കുറവുകൾ, കുറ്റപ്പെടുത്തുന്നത്, അപമാനങ്ങൾ, തോൽവികൾ ഒക്കെ അടുത്തൊരു വിജയത്തിൽ ചവിട്ടുപിടികൾ എത്താൻ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ള ശക്തിയെ പുറത്തെടുക്കാനുള്ള അവസരമാണ്.